വളരെ വിചിത്രമായിട്ടൊരു സത്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ ലോകത്ത് പലപ്പോഴും നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും നെഗോഷിയേറ്റ് ചെയ്യപ്പെടാറുണ്ട്. നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യാറുണ്ട്. ഒരു കഥ പറയാം. നഗരത്തിലെ വീഥികളിലൂടെ ഒരു തള്ളുവണ്ടിയിൽ ആപ്പിളും പഴങ്ങളും എല്ലാം വിൽക്കുന്ന ഒരു കച്ചവടക്കാരുണ്ടായിരുന്നു. അയാളുടെ തള്ളുവണ്ടിയിൽ ആപ്പിൾ ഉണ്ടാവും, പേരയ്ക്ക ഉണ്ടാവും, പഴങ്ങളുണ്ടാവും. അതിങ്ങനെ വീട് വീടാന്തരം അയാൾ കൊണ്ടുപോയി വിൽക്കും. അങ്ങനെ വിറ്റുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും രസകരമായ സംഭവം എന്ന് വെച്ചാൽ പലപ്പോഴും വലിയ വീടുകളിലുള്ള ആൾക്കാർ വന്നിട്ട് ഇത് മേടിക്കുമ്പോൾ ഇയാൾ നെഗോഷിയേറ്റ് ചെയ്യും. എന്താ വില ആപ്പിളിന്? 100 രൂപ. അയ്യോ, വളരെ വില കൂടുതലാണല്ലോ, ഒരു 70 രൂപ വരട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? ഇന്ന് കച്ചവടം നടന്നിട്ടില്ല, എങ്ങനെയെങ്കിലും ഇത് വിറ്റ് തീർക്കണം. ആപ്പിൾ ആണെങ്കിൽ ചീത്തയായി പോകും. അപ്പോൾ പറയും, സാർ 80 രൂപയെങ്കിലും തരൂ എന്ന് പറയും. അവസാനം 75 രൂപയ്ക്ക് അയാൾ ആപ്പിൾ കൊടുക്കാമെന്ന് പറയുമ്പോൾ ഇയാൾ പറയും, എന്നൊരു കാര്യം ചെയ്തേക്കുക, അത് മുഴുവൻ എടുത്തോളം പറയും. അപ്പോൾ ആ പാവപ്പെട്ടവൻ്റെ തള്ളുവണ്ടിയിൽ ചിലപ്പോൾ ഒരു 5 കിലോ ആപ്പിളും ഉണ്ടാവുള്ളൂ. ആ 5 കിലോ ആപ്പിളും ഈ പണക്കാരൻ വാങ്ങി. ഇത് കഴിഞ്ഞ് വൈകുന്നേരം ഇദ്ദേഹം ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ പോകും. അവിടെ പോയിട്ട് കഴിക്കുന്നത് ചിലപ്പോൾ ഒരു സാധാരണ കടയിൽ നിന്ന് കിട്ടുന്നൊരു നെയ്റോസ്റ്റ് തന്നെ ആയിരിക്കും. അവസാനം ബില്ല് വരും. 1000 രൂപ 2000 രൂപ കണക്കിന് ബില്ല് വരും. ആ ബില്ല് വരുമ്പോൾ വളരെ ചിരിച്ചുകൊണ്ട് ആ രൂപ കൊടുക്കുകയും അതുകൊണ്ട് സെർവ് ചെയ്ത ആൾക്ക് ചിലപ്പോൾ 100 രൂപ ടിപ്പ് കൊടുക്കുകയും ചെയ്യും. ഈ 100 രൂപയ്ക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഈ പ്രൊഡക്റ്റ് പുറത്ത് കിട്ടും. അത് ഇദ്ദേഹം വാങ്ങിക്കുകയില്ല. അകത്ത് 100 കൊടുക്കാൻ അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ല. അത് നെഗോഷിയേറ്റ് ചെയ്യില്ല. അപ്പോൾ രണ്ട് എൻവയോൺമെന്റ് ആണ്. ഒരു എൻവയോൺമെന്റ് നിസ്സഹായതയുടെ അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിവില്ലാത്ത ആളുടെ അല്ലെങ്കിൽ ഗതികേടിന്റെ ഒരു എൻവയോൺമെന്റിൽ എല്ലാ മനുഷ്യരും അവരോട് നെഗോഷിയേറ്റ് ചെയ്യും. അവര് ഏറ്റവും പണം ആവശ്യമുള്ളവരും ഏറ്റവും അധ്വാനിക്കുന്നവരും ഏറ്റവും ഹാർഡ് വർക്ക് ചെയ്യുന്നവരായിരിക്കും. പക്ഷേ അവരുടെ ചുറ്റുവട്ടം അല്ലെങ്കിൽ അവർ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നെഗോസിയേഷനെ എളുപ്പമാക്കി കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ നമ്മളെല്ലാവരും എന്ത് ചെയ്യും? അത്തരം ആൾക്കാരോട് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യും. അവരിൽ നിന്ന് നമ്മൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് സാധനം മേടിച്ചെടുക്കും. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു ഘടകം എന്ന് പറയുന്നത്, നമ്മൾ വളർത്തിയെടുക്കേണ്ട കൾച്ചർ എന്ന് പറയുന്നത്, നമ്മൾ ടിപ്പ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ പണം കൊടുക്കേണ്ടത് ആദ്യത്തെ കാറ്റഗറി പെടുന്നവർക്ക്. അവരുടെ കയ്യിൽ നമ്മളൊരു ആപ്പിൾ വാങ്ങിക്കുമ്പോൾ 100 രൂപ അയാൾ പറയുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് 110 രൂപ വെച്ച് കൊടുക്കാൻ പറ്റില്ല? എന്തായാലും നമുക്ക് 5 സ്റ്റാർ ഹോട്ടലിൽ പോയി നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതൊരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് പോകാതിരിക്കാം, അതിലേക്ക് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാതിരിക്കാം. പോകരുതെന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. മറിച്ച് ദയനീയമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ, വളരാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ, വളരെ താഴ്ന്ന നിലയിൽ നിന്ന് മുകളിലേക്ക് വരാൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നു, അവരെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് നമ്മളൊരു കൾച്ചർ ഉണ്ടാവും. നമ്മൾ ചെയ്യേണ്ടത് അവരെ നമ്മൾ കൈപിടിച്ചുയർത്താൻ ശ്രമിക്കണം. അവരുടെ കച്ചവടത്തിൽ അവർക്ക് ലാഭം കിട്ടാനായിട്ട് നമ്മൾ പ്രേരിപ്പിക്കണം. നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അവർക്ക് ബിസിനസ് കൊടുക്കുക എന്ന് തന്നെയാണ് അർത്ഥം. എങ്ങനെ? നെഗോഷിയേറ്റ് ചെയ്യാതെ അവരാവശ്യപ്പെടുന്ന വിലയേക്കാളും എന്തെങ്കിലും ഒരു ചെറിയ തുക കൂട്ടിക്കൊടുത്ത് ലാഭം അവർക്ക് ലഭിക്കാനായിട്ട് അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതിലൂടെ നമ്മൾ ചിലപ്പോൾ ഒരുപക്ഷെ ഒരുപാട് സംരംഭകരെ ഈ നാട്ടിൽ സൃഷ്ടിച്ചേക്കാം.